Good morning, miss. Good morning. How are you? Good morning. Good morning, miss. Good morning. Ready ആയോ എല്ലാവരും? Yes. ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏത് ലെസൺ എടുത്തത് ഓർമ്മയില്ലേ? 10th lesson തീർന്നു. ആ തീർന്നു അല്ലേ? നയി ദുനിയാക്കി ഖോജ് അല്ലേ? പുതിയൊരു ലോകം കണ്ടുപിടിച്ച അന്വേഷണത്തെ കുറിച്ചല്ലേ കൊളംബസിന്റെ ലെസൺ അല്ലേ നമ്മൾ എടുത്തത്? ആ ഫുള്ള് മീനിങ് പറഞ്ഞില്ലേ? കഥ ഫുള്ള് കഴിഞ്ഞില്ലേ? ഇത് പാഠം കഴിഞ്ഞില്ലേ? അതിന്റെ വർക്കുകൾ പറഞ്ഞോ? നോ. ഇപ്പൊ വർക്കുകൾ പറഞ്ഞുതരാം. മക്കളെ വീഡിയോ ഓഫ് ചെയ്യല്ല, വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കെ. ഓക്കെ, അതിന് വേർഡ് മീനിങ് നോക്കുക. പേജ് നമ്പർ 42. പേജ് നമ്പർ 42. വേർഡ് മീനിങ്, ശബ്ദാർത്ഥ വേർഡ് മീനിങ് എടുത്തോ എല്ലാവരും. ശബ്ദാർത്ഥ വേർഡ് മീനിങ് നോക്കുക. നയി ദുനിയ എ ന്യൂ വേൾഡ്, നാവ് ബോട്ട്, ഇതിഹാസ് ഹിസ്റ്ററി. ടെക്സ്റ്റ് നോക്കിയല്ലാവരും, ഞാൻ വായിക്കുന്ന വേർഡ് ഒന്ന് നോക്കിയേ. യാത്രാ കഥ ട്രാവലിംഗ് സ്റ്റോറീസ്, പശ്ചിമി തട് വെസ്റ്റേൺ കോസ്റ്റ്, അജ്ഞാത ദ്വീപ് അൺനോൺ ഐലൻഡ്സ്, ചൽ ബസ ഡയർഡ്, സമുദ്രതട് സീഷോർ, കപ്താൻ ക്യാപ്റ്റൻ, ഭൂഗോൾ ജോഗ്രഫി, യാത്ര ട്രാവൽ, ഭാരത് കി ഖോജ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ബീമാർ. ബീമാർ എന്തായിരിക്കും? എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? യെസ്, പശ്ചിമി ദേശ് വെസ്റ്റേൺ കൺട്രി. ബീമാർ 3 എന്നല്ല കേട്ടോ, ILL ഉണ്ടോ? കണ്ടല്ലോ. നെക്സ്റ്റ്, നീച്ചെ ലിഖേ പ്രശ്നോ കെ ഉത്തർ ദോ. അത് മക്കളെ ഒന്ന് മിസ് ക്വസ്റ്റിന്റെ അടുത്ത് തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുമ്പോ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. മാർക്ക് ചെയ്ത് വെച്ചിട്ട് എഴുതണം. കൊളംബസ് കാ ജന്മ കബ് ഔർ കഹാം ഹുവാ ഥാ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കൊളംബസ് കാ ജന്മ കബ് ഔർ കഹാം ഹുവാ ഥാ. കൊളംബസ് ജനിച്ചത് എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫിൽ, പേജ് നമ്പർ 40, ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ, ആജ് സേ ലഗ്ഭഗ് 500 വർഷ പഹലെ ഇറ്റലി കെ ജനേവ നഗർ മേ. അത്ര വരെ ഒന്ന് മാർക്ക് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ മീനിങ് ആണ് കൊളംബസ് ജനിച്ചത് എവിടെയാണ്, എപ്പോഴാണ്. സായി കൃഷ്ണ എടുത്തോ മോനെ. പേജ് നമ്പർ 40 ഫസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തേ. ആജ് സേ ലഗ്ഭഗ് 500 വർഷ പഹലെ ഇറ്റലി കെ ജനേവ നഗർ മേ. അതുവരെ മാർക്ക് ചെയ്തേ. അതാണ് ഒന്നാമത്തെ ആൻസർ. അവിടെ നമ്പർ 1 ഒന്ന് ഇട്ട് വെച്ചേ ജോസി. റെഡിയാണ് എല്ലാവരും? ഇട്ട് വെച്ചല്ലോ. അതിൽ എഴുതിയല്ലേ മോനെ? യെസ്. ഇനി നമ്പർ 2 നോക്കുക. സ്പെയിൻ ജാക്കർ കൊളംബസ് ने किससे ആർത്തിക സഹായത മാങ്കി. ചോദ്യം എന്താണ്? സ്പെയിനിൽ പോയിട്ട്
കൊളംബസ് ആരോടാണ് പണത്തിന് വേണ്ടിയിട്ട് ആർത്തിക് സഹായത പണം ആവശ്യപ്പെട്ടത്? പേജ് നമ്പർ 40 തേർഡ് പാരഗ്രാഫില് ലാസ്റ്റ് ലൈൻ. തേർഡ് പാരഗ്രാഫ് പറഞ്ഞാൽ പേജ് നമ്പർ 40 ലാസ്റ്റ് ലൈൻ. ഉസ്നെ സ്പെയിൻ കി റാണി കണ്ടോ നിങ്ങള്? ഉസ്നെ കണ്ടില്ലേ ജോസി? പേജ് നമ്പർ 40 എഴുതിയ ആ നമ്പറിന്റെ തൊട്ട് മുകളില് उसने स्पेन की रानी इसाबेला और राजा फर्डिनेंड से आर्थिक सहायता ली. കണ്ടില്ലേ ജോസി? പേജ് നമ്പർ 40 എഴുതിയ അക്കം എവിടെയുണ്ട്? പേജ് നമ്പർ എവിടെയുണ്ട്? ആ, അതിന് തൊട്ട് മുകളിലെ ലൈൻ ഒന്ന് കൈവച്ചേ, എന്നിട്ട് വായിച്ചു നോക്കിയേ. അതിലേതാ ചലാഗയ കഴിഞ്ഞിട്ട് ഉസ്നെ തുടങ്ങുന്നുണ്ടോ? ആ ഉസ്നെ മാർക്ക് ചെയ്തേ. ഉസ്നെ स्पेन की रानी इसाबेला और राजा फर्डिनेंड से आर्थिक सहायता ली വരെ. മാർക്ക് ചെയ്തോ മക്കളെ? മാർക്ക് ചെയ്തോ? ഹന്ന കണ്ടോ മോളെ? ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. നെക്സ്റ്റ് അപ്പൊ നമ്പർ സെക്കൻഡ് എഴുതിയല്ലോ, നമ്പർ 2 എഴുതി. ഇനി 3 कोलंबस के खोजे हुए नए द्वीपों का नाम അമേരിക്ക ക്യോം പട. എന്താ അതിന്റെ മീനിങ്? കൊളംബസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച ദ്വീപിന്റെ പേര് അമേരിക്ക എന്നിടാനുള്ള കാരണം എന്തായിരുന്നു? അമേരിക്ക എന്നിടാനുള്ള കാരണം എന്തോ ഇല്ലേ? എന്താണ് ഒന്ന് പറഞ്ഞേ. എഡ്വിൻ പറയുന്നുണ്ടോ? എഡ്വിൻ പറയുന്നുണ്ടോ മോനെ? സ്റ്റക്കായോ? എന്താണ് അതിന്റെ ആൻസർ? ജോസി പറയുന്നുണ്ടോ? പറഞ്ഞോളൂ. വഴി വെച്ച് കൊളംബസ് ഒരാളെ കണ്ടെത്തി. അയാളുടെ പേര് അമേരിക്ക എന്ന അവസാനം ല്ലേ? അതല്ലേ ആൻസർ എഡ്വിൻ പറയാൻ വിചാരിച്ചത്? യെസ്, വെരി ഗുഡ്. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് എല്ലാവരും വായിക്കണേ. എന്താണ് അതായത് പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫില് അതിൽ എടുത്തു വെച്ചോ. പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫ് അതിൽ കണ്ടോ? ഫോർട്ടി വണ്ണില് ലാസ്റ്റ് പാരഗ്രാഫ്. അതില് രണ്ടാമത്തെ ലൈൻ ഏതാ? കുച്ച് സമയ്ക്കേ ബാദും തുടങ്ങുന്ന സെന്റൻസ് കണ്ടോ നിങ്ങള്? അതിന്റെ ബാക്കി കൊളംബസ് കെ ഖോജേ ഹുയേ ജലമാർഗ് സേ. കൊളംബസ് കെ ഗ്രേസ് കണ്ടില്ലേ മോളെ? കണ്ടില്ല? പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫ് എടുത്തോ. അതിൽ സെക്കൻഡ് ലൈൻ എടുത്തേ. കുച്ച് സമയ്ക്കേ ബാദ് എന്നുള്ള തേർഡ് ലൈൻ കണ്ടോ നിങ്ങള്? കണ്ടോ? കണ്ടില്ല? കണ്ടു. ആ കുച്ച് സമയ്ക്കേ ബാദിന് ശേഷം വരുന്ന ലൈൻ കൊളംബസ് കെ ഖോജേ ഹുയേ ജലമാർഗ് സേ ഏക് നാവിക് अमेरिको वास्पुगी उन्हीं द्वीपों की ओर चल पड़ा. उसे पता चला कि वे द्वीप पश्चिमी देशों के हैं. उसी व्यक्ति के नाम पर उन द्वीपों का नाम अमेरिका रखा गया. വരെ മിസ് ഒന്നും കൂടെ പറയാമോ? കൊളംബസ് ഗോജെ ഹുയെ എന്നുള്ളത് മാർക്ക് ചെയ്തോ? അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് അമേരിക്ക രഖാഗയ വരെ. കൊളംബസ് കെ ഖോജേ ഹുയെ ജലമാർഗ് സേ ഏക് നാവിക് अमेरिको वास्पुगी उन्हीं द्वीपों की ओर चल पड़ा.
उसे पता चला कि वे द्वीप पश्चिमी देशों के हैं। उसी व्यक्ति के नाम पर उन द्वीपों का नाम अमेरिका रखा गया. ओके ഹന്ന, മനസ്സിലായോ? കിട്ടിയോ ഗ്രേസേ? കിട്ടിയില്ല മോളെ? എന്തോ ഒരു ഡൗട്ട് പോലെ നിന്റെ മുഖം കണ്ട മനസ്സിലാവുന്നുണ്ട് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. ആ ആൻസറിൽ തൃപ്തി എല്ലാം തോന്നുന്നുണ്ടല്ലോ. ക്ലിയർ ആയോ? യെസ്. ജോസി കിട്ടിയില്ലേ? പേജ് നമ്പർ 41 എടുത്തോ? അതിൽ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫ് കണ്ടോ? കൊളംബസ് ने वे नए द्वीप खोज निकाले थे എന്നുള്ള പാരഗ്രാഫ് കണ്ടോ? കണ്ടു. അതിന് തൊട്ട് തുടർന്ന് പോയിക്കോ, ഞാൻ വായിക്കുമ്പോൾ പോയിക്കോ. किंतु अब उसके साथ ही वापस लौटना चाहते थे, हार कर उसे भी वापस लौटना पड़ा. कुछ समय के बाद അതിനുശേഷം വരുന്ന കൊളംബസ് കെ ഗോജെ ഹുയെ കണ്ടോ? മിസ് യെസ്. എനിക്ക് മൂന്നാമത്തെ ആൻസർ കിട്ടില്ല. അതുലിന മൂന്നാമത്തെ ആൻസർ ആ സ്റ്റക്കായി പോയി തോന്നല്ലേ? പേജ് നമ്പർ 41 കോള് വന്നിന് മിസ്സേ. എന്താണ് കോള് വന്നിന്? അതെയാ. പേജ് നമ്പർ 40 ഞാൻ കുറെ സമയം നിന്നെ വിളിച്ചു, നീ കേൾക്കുന്നില്ല. പേജ് നമ്പർ 41 കൊളംബസിനെ വേ നയേ ദ്വീപ് ഖോജ് നികാലത്തിന്റെ പാരഗ്രാഫ് കണ്ടോ? പേജ് നമ്പർ 41 എടുത്തു വെച്ചോ ആ പാരഗ്രാഫ്. അതിൽ തൊട്ട് താഴെ ഏതാ കുച്ച് സമയക്കെ ബാദ് എന്ന് വരുന്ന സെന്റൻസ് കണ്ടോ? കണ്ടു. അതില് കൊളംബസ് കെ ഗോജൻ തുടങ്ങുന്ന ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. കൊളംബസ് കെ ഖോജെ ഹുയെ ജലമാർഗ് സേ ഏക് നാവിക് അമേരിഗോ വാസ്കുഗി ഉനീൻ ദീപോं की ओर चल पड़ा. കഴിഞ്ഞില്ല, അതിന്റെ ബാക്കിയും കൂടി വേണം. ഉസേ പതാ ചലാ കി വേ ദ്വീപ് പശ്ചിമി ദേശോं के हैं. അവരിൽ നിന്നാണ് ഇത് പടിഞ്ഞാറൻ ഭാഗത്താണെന്നുള്ള വിവരം അറിഞ്ഞത്. ഉസി വ്യക്തി കെ നാം പർ, ആ വ്യക്തിയുടെ പേരില് ഉൻ ദ്വീപോं का नाम അമേരിക്ക രഖാ ഗയാ, അമേരിക്ക എന്നുള്ള പേര് ആ ദ്വീപിന് കൊടുത്തു. ക്ലിയർ ആയോ? അതിലെ രഖാ ഗയാ വരെ മാർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാരും മാർക്ക് ചെയ്തല്ലോ. ഷിസ ഫാത്തിമ, മുഹമ്മദ് എയ്ബല് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. നിങ്ങൾ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഉറക്കത്തിലായിരിക്കും. വീഡിയോ ഓഫ് ചെയ്ത് ഒരാളും ക്ലാസ്സിൽ ഇരിക്കേണ്ട. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, समुद्री यात्रा में जीने के लिए क्या क्या चाहिए? समुद्री यात्रा में അതായത് സമുദ്രൻ കടൽ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ജീനെ കെ ലിയെ ക്യാ ക്യാ ഹേ ചാഹിയെ, ജീവിക്കാൻ വേണ്ടി നമുക്ക് ദിവസം ചെലവഴിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്? ഇത് വാട്സാപ്പിൽ അയച്ചാരോ? ആരാണിത്? മുഹമ്മദ്. ആ മുഹമ്മദേ, ഞാൻ മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ അതുകൊണ്ടാണ്. ഞാൻ എഴുതിയതായിട്ട് ക്വസ്റ്റിന്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാത്തതുകൊണ്ടാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കടൽമാർഗ്ഗം, അതായത് കപ്പലിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുതണം നമ്മള്? പോയിക്കോ, എനിക്ക് തുടർന്നും ക്ലാസ് ഉണ്ട്. എന്തൊക്കെ സാധനങ്ങൾ വേണം? പേജ് നമ്പർ 41
ഏറ്റവും മുകളിലെ സെക്കൻഡ് ലൈൻ പറയുമ്പോ തന്നെ കണ്ടുപിടിക്കേ. ഏറ്റവും മുകളിലത്തെ പാരഗ്രാഫിന്റെ സെക്കൻഡ് ലൈൻ. കാര്യമായിട്ട് വേണ്ടുന്നത് എന്താണ്? അച്ഛേ നാവിക് തഥാ മഹീനൂൻ തക്ക് ഗാനേ കാ സാമാൻ ഥാ എന്ന് കണ്ടോ? മിസ് മാർക്ക് ചെയ്തിട്ട് മതിനാ. മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് തരാം. അപ്പൊ നോക്കേ, അതില് എന്താണ്? മഹീനോൻ തക്ക് ഗാനേ കാ സാമാൻ ഥാ. അപ്പൊ മഹീനോൻ തക്ക് ഗാനേ കാ സാമാൻ ചാഹിയേ എന്ന് വേണം. കണ്ടോ നിങ്ങളെ? കൊല്ലവർഷം 1492 എഴുതിയ സെന്റൻസ് കണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിലെ അതിന്റെ തൊട്ട് താഴെയുള്ള ലൈനില് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ കാണും മഹീനോൻ തക്ക് ഗാനേ കാ സാമാൻ ഥാ. കുറെ മാസങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കരുതണം. അതാണ് നാലാമത്തെ ആൻസർ. മഹീനോൻ തക് ഗാനേ കാ സാമാൻ ഥാ. കുറെ മാസങ്ങൾ ഭക്ഷണം. ഇത് ആരാണ്? അച്ഛേ നാവിക് വേണ്ട. ജോസി, നീ എന്താണ് മാർക്ക് ചെയ്ത്? പിന്നെ ഇതിൽ കാണിക്കേണ്ട ആവശ്യം? നീ അത് മാർക്ക് ചെയ്താൽ മതി. മഹീനോൻ തക്ക് മുതലായത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. മഹീനോൻ തക് ഗാനേ കാ സാമാൻ ഥാ. അച്ഛേ നാവിക് വേണ്ട. മാർക്ക് ചെയ്തു എഡ്വിൻ? അതില് റെഡിയാണോ? ഗ്രേസ് കിട്ടിയില്ല നമ്മളെ? ഓക്കെ. ഏബൽ ബിനോയ് 4 മാർക്ക് ചെയ്തോ? എന്താണ് ഒരു വല്ലാത്ത ഒരു ഇതുപോലെ അസുഖം വല്ലതാണോ? അതെന്ത് പറ്റി? ഒരയക്കത്തിൽ ചക്കൻ കല്ലെടുത്ത് എറിഞ്ഞടാ. അയ്യടാ, അത്ര നല്ല സ്നേഹമുള്ള സുഹൃത്താണല്ലോ അത്. ഇത് ചുണ്ട് പൊട്ടിച്ചു അല്ലേ? അല്ല, ചുണ്ട് പൊട്ടിച്ചല്ല, കോൺക്രീറ്റ് കല്ലുകൊണ്ട് അടിച്ചതാ. കോൺക്രീറ്റ് കല്ലുകൊണ്ട് എറിഞ്ഞതാണോ? അല്ല, ഇങ്ങനെ അടിച്ചത്. അപ്പൊ നീ എന്തിനാ അതിന് നിന്ന് കൊടുത്തത്? നിന്ന് കൊടുത്തല്ല, ഒന്ന് കൊടുത്തു അവന് മുഖത്തേക്ക്. നീ തിരിച്ചും കൊടുത്തോ? ആ. നിങ്ങ ആരടാ? നിങ്ങ അടിപിടി കൂടാനെല്ലാം പോകുന്നുണ്ട്. അടികൂടാൻ അവൻ തുടങ്ങും, അത് ഞാൻ തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോ ആദ്യം അവൻ തുടങ്ങും, പിന്നെയും തിരിച്ചു കൊടുക്കും. ഒരു കാര്യം, നല്ല കാര്യം തന്നെ. എല്ലാം പേച്ച് വർക്കായിട്ട് എല്ലാം ഫുള്ള് പ്ലാസ്റ്റർ ഉണ്ട് വരും ഇങ്ങനെ ആകുമ്പോട്ടാ. അപ്പൊ അവനോട് അധികം കളിക്കാൻ നിക്കണ്ട നീ. ഞാൻ കളിക്കുന്നില്ല. ഇവിടെ അവനും കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കളിക്കാൻ. നീ കളിക്കാൻ കൂടെ വേണ്ട. നീ അവന്റെ കൂടെ കളിക്കാൻ പോകുന്ന വേറെ വീട്ടില് ഉടക്കുണ്ടാക്കിയ അവന്റെ വീട്ടിലല്ല മറ്റേ അടിച്ചത്, വേറെ വീട്ടിലാണ് കൊണ്ട് അടിച്ചത്. അതാ പറഞ്ഞത് ഏകലേ, നിന്നെ ഇനി എങ്ങനെ വെച്ചേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അവന്റെ കൂടെ കളിക്കാൻ പോകേണ്ട. ശരിയായ നിനക്ക് ഇനി കളിക്കാൻ ആരും ഇല്ലെങ്കിലും നീ അവന്റെ കൂടെ പോകാൻ പാടില്ല. കാരണം നിന്റെ ഇപ്പം മുഖത്ത് ഈ ചുണ്ടിന് ഇത്ര പേരെ പറ്റിന്ന് പറഞ്ഞു. നീ വേറെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ? ഇതിനെല്ലാം നിന്റെ പേരൻസിന്റെ പിറകെ നടക്കണ്ടേ? ഇല്ല, പിന്നെ നീ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് നടക്കേണ്ടി വരും, രക്ഷക്ക് വേണ്ടിട്ട്, സ്വയം രക്ഷക്ക് വേണ്ടിട്ട്. അല്ലേ സായി? അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അവനോട്? ഒരടുത്ത് കളിക്കുന്ന സുഹൃത്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവനൊരു യഥാർത്ഥ സുഹൃത്തല്ല എന്ന് മനസ്സിലാക്കുക. ഇത് 4ാമത്തെ തവണ അടിക്കന്നെ. അതെയോ? ആഹാ, നിന്റെ അമ്മയില്ലേ അവിടെ? ഞാൻ നിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നീ ഇനി അവന്റെ കൂടെ ഏതെങ്കിലും ദിവസം കളിക്കാൻ പോയി നിന്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറയാൻ പറയും. നീ കളിക്കാൻ പോകേണ്ട. പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ മിണ്ടാൻ പോലും ആവാത്ത അവസ്ഥയായി അല്ലേ? നീ ഇത് തിരിച്ചെന്താ ചെയ്ത അവനെ? ആദ്യം കല്ലുകൊണ്ട് എന്റെ മുട്ടിലടിച്ചപ്പോ ഞാൻ ഒന്ന് കൊടുത്തു.
എനിക്ക് നല്ല വേനട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യണം മുഖത്ത് കൊടുക്കാൻ അല്ല നീ ആ ഫസ്റ്റ് ഒരു തവണ തന്നെ ഇങ്ങോട്ട് ചെയ്യുമ്പോ മോനെ ഒന്നുകിൽ വീട്ടില് പേരൻസിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇത് ചെയ്യുന്നില്ല തിരിച്ചു തല്ല നിക്കണ്ട കേട്ടോ. പേരൻസ് വരെ അങ്ങ് താഴെ വീട്. നീ ഇങ്ങനെ തല്ല് കെട്ടിട്ട് ഹോസ്പിറ്റൽ എന്തിനാടാ നിന്റെ ചെയ്യണ്ട ഞാൻ. അപ്പൊ ഇനി പോലെ നീ അവന്റെ കൂടെ കളിക്കാൻ പോകരുതേ. ആ അവന്റെ കൂടെ ഒരു നിമിഷം നിൽക്കണ്ട, കാരണം അവൻ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇങ്ങനെ പേച്ച് വർക്കും കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് ഇങ്ങനെ പറ്റിയത് കൊണ്ട് ഭാഗ്യം. കുറച്ച് പേരെന്തെങ്കിലും പറ്റിയെങ്കിലോ? നോക്കുക, നിങ്ങളുടെ അവസ്ഥ വളരെ വളരെ കഷ്ടം തന്നെ. നോക്കേ, നിങ്ങൾ ആരും നല്ല മക്കളായിട്ട്, ഒന്നത് കൊറോണയാണ്, പുറത്തൊന്നും ഇറങ്ങേണ്ട, നല്ല മക്കളായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുക കേട്ടോ. ആരുടെ അടിയൊന്നും മേടിച്ച് നിൽക്കല്ലേ, തിരിച്ചായിട്ട് തല്ലാനും പോകരുത്, നല്ല മക്കളാവണേ. നോക്ക്, പേജ് നമ്പർ 42 നെക്സ്റ്റ് ഭാഗം ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ല, എന്താണ്? കൊളംബസ് സമുദ്ര के किनारे घूमता था क्योंकि 5 वाक्य लिखो. 5 वाक्य लिखो. കൊളംബസ് സമുദ്ര के किनारे घूमता था. കൊളംബസ് കടലിന്റെ തീരത്ത് എപ്പോഴും ഇരിക്കാറുണ്ട് അല്ലേ, കറങ്ങിയിരിക്കില്ലേ, ചുറ്റി കറങ്ങിയിരിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്തിനാണ് അവൻ അത് അങ്ങനെ ആഗ്രഹിച്ചിരുന്നത്? കൊളംബസിന് കുറേ ദൂരം കപ്പൽ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ കപ്പലിൽ ജോലി ലഭിക്കുന്നത് അല്ലേ, അല്ലേ? ആണോ? അതിൽ താഴെ ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റിന്റെ ബാക്കി ഭാഗം നമ്മൾ ടെക്സ്റ്റ് നോക്കി എഴുതണം. കണ്ടല്ലോ, ഓരോ സെന്റൻസിന്റെ തുടക്കം അവിടെ ഉണ്ട്, അതിന്റെ ബാക്കി ഭാഗം നമ്മൾ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിച്ച് എഴുതണം. അത് മിസ് ഞാൻ ഗ്രൂപ്പിൽ അയച്ചുതരാം, ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നോക്ക്, വഹ് ഘണ്ടോ ഡേഷ്, വഹ് ഘണ്ടോ സമുദ്ര ഔർ സമുദ്ര മേ ചൽത്തി നാവോं को देखा करता. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ഉടനെ സെക്കൻഡ് 2 നമ്പർ ഇടുക. ഇതേ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ട് തന്നെ എഴുതണം കേട്ടോ, ടെക്സ്റ്റിൽ എഴുതാൻ പറ്റില്ല. सेकंड, वह सोचता कि डैश कभी किसी नौका में बैठकर यदि में भी दूर दूर जाकर होगा. എന്താണ് അവൻ ചിന്തിച്ചിരുന്നത്? ഞാനും ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോണിയിലെ ഇരുന്നിട്ട് ഇങ്ങനെ ദൂരം ദൂരം യാത്ര ചെയ്യും. തേർഡ്, വഹ് കിസി ജഹാസ് കെ കപ്താൻ സെ മിൽനാ ചാഹതാ ഥാ. അവൻ ഏതെങ്കിലും ഒരു കപ്പലിലെ കപ്പിത്താനുമായിട്ട് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. വീഡിയോ ഓഫ് ചെയ്യല്ലേ. വഹ് നാവികോം സെ തര് തര് കിസ്സേ സുനാത്തെ. കിസ്സേ സുനാത്തെ എന്നാണ് പിടിച്ചെടുത്തത്. എന്താണ്? അവര് നാവികരുടെ ഇടയിൽ നിന്ന് പല തരത്തിലുള്ള കഥകള് കേട്ടിരുന്നു. വഹ് ദൂർ ദൂർ കെ ദേശോം ഡേഷ്, ദൂർ ദൂർ കെ ദേശോം കെ ലോഗ് യഹാം ആനാ ചാഹത്തെ ഥേ. അതായത് ദൂരദേശങ്ങളിലെ ജനങ്ങള് ഇവിടേക്ക് വരുവാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതാണ് 5 പോയിന്റ്. അത് നോട്ടിലേക്ക് അതുണ്ട്, ടെക്സ്റ്റിലല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ആ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ ഇതും കൂടി എഴുതണം. കൊളംബസ് സമുദ്ര കെ കിനാരെ ഘൂംതാ താ ക്യോങ്കി 5 വാക്യ ലിഖോ എന്ന് എഴുതുക. അതിന് താഴെ ഈ ഓരോ 5 പോയിന്റ് എഴുതുക. കേട്ടല്ലോ? ക്ലിയർ ആയില്ലേ? മുഹമ്മദ് റിഹാൻ വീഡിയോ ഓൺ ചെയ്തേ. മുഹമ്മദ് റിഹാൻ ഒന്നും കാണാൻ കൂടി ഇല്ല, എത്രയോ നാളുകളായി തോന്നുന്നു കാണാത്തെ. വേഗം നെക്സ്റ്റ്, റിക്തസ്ഥാൻ ഭരോ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നിങ്ങൾ പതിവായി ചെയ്യുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിക്തസ്ഥാൻ ഭരോ. इटली के डैश नगर में कोलंबस का जन्म हुआ था. ഇറ്റലിയിലെ ഏത് നഗരത്തിലാണ് കൊളംബസ് ജനിച്ചത്? സ്ഥലം എന്താണ്? ജനീവ. ജനേവ. വെരി ഗുഡ്, ജനേവ. യെസ്.
ജനേവ. മുഹമ്മദ് റിഹാൻ കേൾക്കുന്നില്ലേ മോനെ? ക്ലാസ്സിൽ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഓക്കെ. नेक्स्ट कोलंबस बचे हुए समय में डैश या समुद्री यात्रियों की डैश पड़ता रहता. कोलंबस बचे हुए समय में इतिहास या समुद्रों की किताबें അവിടെ കിതാബേ എന്ന് വേണം. കിതാബേ പഠിത്താ രഹ്ത. ഗ്രേസ് ഒരു ലെസൺ കംപ്ലീറ്റ് ആക്കാനില്ലേ മോളെ? അത് കംപ്ലീറ്റ് ആക്കിയോ? ഇല്ല. എന്തേ? എന്താ ഗ്രേസേ? ഒരു ലെസൺ കൂടി കംപ്ലീറ്റ് ആക്കാനില്ലേ? കംപ്ലീറ്റ് ആക്കിയില്ല? മിസ് അതിന്റെ നോട്ട് കണ്ടെന്ന് പോയി. ഏത് ലെസൺ ആണ് വേണ്ടത്? അപ്പം മിസ്സിനെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഇതിലേക്ക് ഇട്ടോളൂ. ഏതാ വേണ്ടച്ചാ അപ്പൊ ഞാൻ അയച്ചുതരാം. ഒന്ന് നിന്റെ നമ്പറിൽ നിന്ന് എനിക്ക് അയച്ചു തരണേ. ഏത് ലെസൺ ആണ് വേണ്ടതെന്ന് അയച്ചെന്നാൽ ഞാൻ തിരിച്ചയച്ചുതരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് വേറെ റെഡി ആക്കണേ നോട്ട്. ശരി. അപ്പൊ ഇവിടെ നോക്ക്. തേർഡ് വഹ് ഡേഷ് സേ തരഹ് തരഹ് കെ കിസ്സേ സുൻതാ. നാവികോം വഹ് നാവികോം സേ അവൻ നാവികരിൽ നിന്ന് തരഹ് തരഹ് കെ കിസ്സേ സുനാഥ പലതരത്തിലുള്ള കഥകള് കേട്ടിരുന്നു. യുവക് ഹോനെ പർ വഹ് ലംബി ലംബി ഡേഷ് പർ ജാനേ ലഗ. യുവാവായി തീർന്നപ്പോഴ് അവന് പിന്നെന്താണ്? ദൂരെയുള്ള യാത്ര ചെയ്യാനാണ് തോന്നിയത്. സമുദ്രീ യാത്രാവോം പർ ജാനേ ലഗ. എന്താണ് അവിടെ ചേർക്കേണ്ടത്? സമുദ്രീ യാത്രാവോം. ഉൻ ദിനോം അല്ല, യുവക് ഹോനെ പർ വഹ് ലംബി ലംബി ഡാഷ് സമുദ്രീ യാത്രാവോം പർ ജാനേ ലഗ. ഉൻ ദിനോം ഭാരതവർഷ് കോ ഡേഷ് കഹാ ജാതാ ഥാ. ആ സമയങ്ങളില് ഭാരതവർഷത്തിന് നമ്മുടെ ഇന്ത്യ എന്താണോ വിളിച്ചിരുന്നത്? സോനെ കി ചിടിയ. അവിടെ എന്താണ് ചേർക്കേണ്ടത്? സോനെ കി ചിടിയ. നെക്സ്റ്റ് अमेरिका नामक वे देश वास्तव में नामक वे द्वीप जिन्हें नई दुनिया कहा गया वास्तव में कोलंबस ने ही खोले थे. कोलंबस. അത്രയുമാണ് fill in the blanks. ഇനി പേജ് നമ്പർ 43 എടുത്തേ. ടെക്സ്റ്റ് ഒരു പാഠം ഒരു 5 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് fill in the blanks ഒറ്റയ്ക്ക് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാഠം വായിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്നത്. പേജ് നമ്പർ 43. सही कथनों के सामने टीक और गलत कथनों के सामने कांटे का निशान लगाओ. താഴെ കൊടുക്കുന്ന സെന്റൻസിൽ സഹി ആണെങ്കിൽ ശരി ടിക്ക് ഇടുക, ശരി ഇടുക. തെറ്റാണെങ്കിൽ ഫാൾസ്, ട്രൂ ഓർ ഫാൾസ്, ശരിയാണോ തെറ്റാണോ ഇടുക, ചിഹ്നം ഇടുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് കൊളംബസ് സ്പെയിൻ മേ പൈദാ ഹുവാ താ. കൊളംബസ് സ്പെയിനിലാണ് ജനിച്ചിരുന്നത്. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റ്. ഓക്കെ, വെരി ഗുഡ്. തെറ്റിടുക അവിടെ. സെക്കൻഡ് കൊളംബസ് ദൂർ ദൂർ തക് സമുദ്രമേ ഘൂംനാ ചാഹതാ താ. കൊളംബസ് ദൂരെയുള്ള കടലിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ദൂരയാത്ര. ശരി, ട്രൂ ആണല്ലേ. ശരി ഇട്ടോളൂ. ഓക്കെ. പുർത്തഗാലി രാജാവോം ने कोलंबस की सहायता की. പുർത്തഗാലി രാജാക്കന്മാര്, പോർച്ചുഗീസ് രാജാക്കന്മാര് കൊളംബസിന് സഹായം നൽകിയോ ഇല്ലയോ? തെറ്റ്. ഫാൾസ് ആണ്, തെറ്റാണ്, ശരിയല്ല. അവര് സഹായിച്ചില്ല. പിന്നീട് അവനെ എന്താണ് സ്പെയിനിലെ റാണി ഇസബെല്ല അവരെല്ലാം കൂടിയാണ് സഹായിച്ചത്. അപ്പൊ തെറ്റാണ് മൂന്നത്. ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു തോന്നല്ലോ. അതെയാ? എന്നിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു. നാലാമത്തത്
कोलंबस अमेरिका खोज के लिए निकला. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാനാണ് ഇറങ്ങിയത്. തെറ്റ്. പിന്നെ കണ്ടുപിടിക്കാനാ പോയത്? പറഞ്ഞോ. ഇന്ത്യയെ കണ്ടുപിടിക്കാൻ. ഇന്ത്യ കണ്ടുപിടിക്കാൻ പോയി. പക്ഷെ കണ്ടുപിടിച്ചത് ഏതായി പോയി? അമേരിക്ക അല്ലേ? അപ്പൊ തെറ്റ്. കൊളംബസ് के जहाज का नाम सांता मोरिया था. കൊളംബസിന്റെ ജഹാസിന്റെ പേര്, കപ്പലിന്റെ പേര് സാന്താ മോറിയ എന്നായിരുന്നു. ശരിയാണല്ലേ? ട്രൂ. ട്രൂഡോ. നെക്സ്റ്റ്, ദിൽ की बीमारी के कारण കൊളംബസ് की मृत्यु हो गई. മാനസികാരോഗ്യം കാരണം, അസുഖം കാരണമാണ് കൊളംബസ് മരിച്ചത്. തെറ്റാണല്ലേ? അവര് കടൽമാർഗം കുറെ യാത്ര ചെയ്തിട്ടാണ്, ക്ഷീണിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ? അപ്പൊ അത് തെറ്റ്. നെക്സ്റ്റ്, ഇനി നെക്സ്റ്റ് നോക്ക്. കൊളംബസ് के बारे में 5 वाक्य लिखो. കൊളംബസിനെ കുറിച്ച് 5 സെന്റൻസ് എഴുതണം. അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് എഴുതണം. കൊളംബസിന്റെ ജന്മം എവിടെയാണ്, എപ്പോഴാണ്, അതുപോലെ കൊളംബസിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നെല്ലാം വരുന്ന സെന്റൻസ് 5 എണ്ണം എഴുതൂലേ ടെക്സ്റ്റ് വായിച്ചിട്ട്? ആരാണ് നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് കൊളംബസിനെ കുറിച്ച് ഒരു 5 സെന്റൻസ്, ടെക്സ്റ്റിലുള്ള സെന്റൻസ് തന്നെ മിസ്സിന് എഴുതി അയക്കും നോക്കട്ടെ. അവർക്ക് സ്റ്റാർ തരും. സ്റ്റാർ സ്റ്റുഡന്റ് 5 സ്റ്റാർ വരും. അത് അയച്ചുതരാം. ഞാൻ ഇതാണ് പറഞ്ഞത്. കൊളംബസ് के बारे में 5 वाक्य लिखो. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. ഇനി ലാസ്റ്റ്, नीचे दिए गए शब्दों को शुद्ध करके दोबारा लिखो. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകള് തിരുത്തിയിട്ട് വീണ്ടും എടുത്തെഴുതുക. ഇറ്റലി എന്നാണ് വേണ്ടത് അല്ലേ? ഈന്ന് വേണ്ട. അത് ശരിയാക്കിയിട്ട് ഇറ്റലി. നെക്സ്റ്റ്, കീനാര എന്നാണ്. അത്രയും വേണ്ട. കിനാര. തേർഡ്, ആർട്ടിക് എന്നാണുള്ളത്. ആർട്ടിക് അല്ല, ആർത്തിന്നിലെടുക്ക ഈർന്നൽ ചിഹ്നം വേണം. ആർട്ടിക്. ധീ നിലെടുക്കുകയാണ് ഈർന്നല ചിഹ്നം വേണ്ടത്. കായുടെ മുകളിലല്ല ഈർന്നല ചിഹ്നം വേണ്ടത്. ആർട്ടിക്. അതുപോലെ ബന്ദ്രഗാഹ് അല്ല, ബന്ദർഗാഹ്. നെക്സ്റ്റ്, സമുന്ദറാണ്. സമുന്ദർ അല്ല, സമുദ്ര അല്ലേ? വിവാഹാണോ? വിവാഹല്ലേ? അതിൽ കൊടുക്കുന്ന വിവാഹാണ്. എന്താണ് ശരിയായ ആൻസർ? വിവാഹ്. ലക്ഷ്മിപ്രിയ എന്താ ഒന്നും മിണ്ടാതെ മോളെ? പുതുഗാറിൽ നിന്നാണ് ഇത് കൊടുത്തത്. പക്ഷെ നമുക്ക് വേണ്ട തായന്റെ മേലെയാണ് ഈർന്നില ചിഹ്നം വേണ്ടത്. പുർത്തഗാൽ. തായയുടെ മുകളിലാണ് ഈർന്നില ചിഹ്നം. പുർത്തഗാൽ. ക്ലാസ് എനക്കാ 6 ഹിന്ദി പാർട്ട് 1 തന്നെ. ഇനി 2 ഉണ്ട്. രണ്ടാമതുണ്ട്. പിന്നെ നെക്സ്റ്റ്, ഭാരത വർഷ എന്നാണ് അവിടെ കൊടുത്തത്. ഷായല്ല വേണ്ട, വർഷ. ഭാരത വർഷ. അതിനുശേഷം വരുന്നത്, നെക്സ്റ്റ് പേജിൽ വരുന്നത് പര്യായവാചി ശബ്ദവും വിലോമ ശബ്ദവുമാണ്. അത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അത് നോട്ടിലേക്ക് എഴുതണം. പര്യായവാചിയും എന്താണ് വിലോമ ശബ്ദം നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ അതുപോലെ കൊളംബസിനെ കുറിച്ച് ഒരു 5 സെന്റൻസ് അത് നിങ്ങൾ പഠിക്കണേ. അടുത്ത എക്സാമിനേക്ക് ഒന്ന് റെഡിയാക്കി വെക്കണേ. എക്സാമിന് നിർബന്ധമായും പഠിച്ചു വെക്കണം. പിന്നെ പര്യായവാചി, വിലോമ ശബ്ദം ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. പിന്നെ ഒരു എന്താണിടാ മുഹമ്മദേ? മിസ് പറയാൻ വിടാത്തത് എന്താണ് നീ പറഞ്ഞത്? അത് താഴെ മുകളില് ഈർന്നില ചിഹ്നം. അത് ഗ്രൂപ്പിലിടുമ്പോ നോക്കിക്കോ നീ എവിടെയാന്ന്.
നെക്സ്റ്റ് 9ാമത്തെ നോക്കി നിങ്ങൾ ഒരു ബോക്സ് കണ്ടോ? ഏക്ക് നാവ് ഔർ ഏക്ക് ജഹാസ് കാ ചിത്ര ബനാവോ. കണ്ടോ നിങ്ങള്? നിങ്ങൾ നല്ല മക്കളിൽ നല്ലോണം ചിത്രം വരക്കുന്ന മക്കളാന്ന് മിസ്സിന് അറിയാം അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എന്താണ്? ഡ്രോ എ പിക്ചർ ഓഫ് എ ബോട്ട് ആൻഡ് എ ഷിപ്പ്. നിങ്ങൾ അവിടെ വരയ്ക്കേണ്ടത് എന്താണ്? ആ ബോക്സിനുള്ളില് നന്നായിട്ട് നല്ലൊരു ബോട്ട് വരക്കുക. എന്നിട്ടോ ഒരു തോണിയും ഒരു കപ്പലും രണ്ടും വരക്കണം. ഏക്ക് നാവ് ഒരു തോണി, രണ്ടാമത് വരക്കേണ്ടത് ഒരു ബോട്ട്, ജഹാസ് കപ്പല്. തോണിയും കപ്പലും വരക്കുമ്പോ വ്യത്യാസമില്ലേ? തോണി സിമ്പിള്, കപ്പലാകുമ്പോ കുറച്ചും കൂടി അതിന് പണിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് വരച്ച് നല്ല നല്ല കളറൊക്കെ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരണേ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം പറഞ്ഞിട്ടുണ്ടോ? അതുലെ എന്താ ഇങ്ങനെ? അതുലെ ഇങ്ങനെ ഇല്ലു. എക്സാം ഇല്ലേ? മുഹമ്മദ് റിഹാൻ ബോളും കൊണ്ടിരിക്കേന്ന്. സായി ഓർമ്മയില്ല മോനെ? അടുത്ത ഒരു എക്സാം പറഞ്ഞിട്ടില്ല ഇന്ന്? ഇല്ലേ? ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടോ? ഏത് ലെസൺ? 8ാമത്തെയാ? 8ാമത്തെ ലെസൺ. നിങ്ങൾ പിന്നല്ലേ എവിടെയാന്നിടാ? നിങ്ങൾ ആരും കേട്ടിട്ടില്ല അത് പറഞ്ഞത്? 8ാമത്തെ ബാദൽ എന്നുള്ള ലെസൺ എക്സാം ആണ്. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും അവിടെ ഇരുന്ന് പഠിച്ചോ ഓർമ്മയില്ലാത്തവര്. അതിൽ കണ്ണു തള്ളിപ്പോണ്ട, പറയുന്നതെല്ലാം ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നാ പോരാ, ശ്രദ്ധ തേച്ച് എവിടെയും ആയിരുന്നിട്ട് കാര്യമില്ല. 8ാമത്തെ ബാദൽ എന്നുള്ള ലെസൺ സിമ്പിൾ ആണ്, വേഗം പഠിക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി, എഴുതി പഠിക്കേ. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. എക്സാം എഴുതുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് തരുള്ളൂ. എക്സാം എഴുതണം. എക്സാമിന്റെ സമയത്ത് മാത്രം മുങ്ങുന്ന ഒരു അവസ്ഥ വേണ്ട. നിങ്ങൾക്ക് ഓരോരോ ദിവസവും ഓരോരോ ലെസൺ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമും എല്ലാ ലെസണും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിക്കോട്ടെ, എളുപ്പമാക്കി തീർക്കാനാണ് ഓരോരോ ലെസൺ നിങ്ങൾക്ക് ദിവസവും വെക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഒന്നൊന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിലെ എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുക. അവിടെ ഇവിടെയുള്ള തുണ്ട് പേപ്പറിൽ ചാർട്ട് ഒരു കഷ്ണം പേപ്പറിൽ കടയിൽ പോകുന്ന പോലെ ലിസ്റ്റ് എഴുതിട്ട് അയക്കുന്ന പോലെ എഴുതാൻ പാടില്ല. നല്ല നീറ്റായിട്ട് ഒരു നല്ല പേപ്പർ എടുത്ത് റെഡിയാക്കി വെക്കുക. പേരൊക്കെ എഴുതി റെഡിയാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സീ യു. ബൈ. ബൈ മിസ്. ഓക്കെ, നല്ല വൃത്തി പഠിക്കുക അവിടെ ഇരുന്നിട്ട്.